നിത്യവഴുതനങ്ങ വെച്ചിട്ട് എന്ത് കറി വെക്കുമെന്നൊക്കെ കുറേ പേര് ഡൗട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള അടിപൊളി കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഹലോ, നമസ്കാരം. എല്ലാവർക്കും മിനിസ് ലൈഫ്സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിത്യവഴുതനങ്ങ കൊണ്ട് നമുക്ക് ഒരു 2-3 കറികൾ ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം വളരെ നിസ്സാരമായിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്ന ഒരു സംഗതിയാണ് നിത്യവഴുതന എന്ന് പറയുന്നത്. നിത്യവഴുതന കൃഷിയൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ടൂടെ ശ്രമിക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല രുചികരമായ കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് വെച്ച് 3 കറികളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രുചികരമായ കറികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്നത് കാണാനും അതേപോലെ നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് കണ്ടില്ലേ, എന്തോരം നിത്യവഴുതന നിൽക്കുന്നതെന്ന് കണ്ടില്ലേ. അപ്പോൾ ഒരു വള്ളിയിലോട്ട് നമ്മളൊന്ന് പടർത്തി കൊടുത്താൽ മതി, അതങ്ങ് ഇഷ്ടം പോലെ പടർന്ന് കയറി അങ്ങ് പിടിച്ചോളും. പക്ഷേ ഇതിന് നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ നല്ലതുപോലെ കായൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. കണ്ടോ, ഒരുപാട് ഈ വെള്ള ഭാഗം പുറത്തോട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പറിച്ചെടുക്കണം. ഇത് ഒരുപാട് അങ്ങ് പുറത്ത് വന്നാൽ അതങ്ങ് മൂത്തുവും പിന്നെ നമുക്ക് കറിക്കൊക്കെ ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ നമുക്കതെല്ലാം പറിച്ചെടുക്കാം. കുറേ നിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ സൈഡിലെല്ലാം നിൽക്കുന്നുണ്ടല്ലേ, ഇതിനിടയ്ക്കെല്ലാം നിപ്പുണ്ട്. കണ്ടില്ലേ, അവിടെ ഇഷ്ടംപോലെ കായാണ് പിടിച്ച് നിൽക്കുന്നത്. അപ്പം നമുക്ക് അത് മൂക്കുന്നതിന് മുമ്പ് നമുക്കതിന് പറിച്ചെടുക്കാം. എന്നിട്ട് നല്ല കറികളുണ്ടാക്കാം നമുക്ക്. ഇതിപ്പോൾ അടുത്ത് നിൽക്കുന്ന മരങ്ങളിലെല്ലാം കയറി അങ്ങ് പടർന്ന് നട്ട് അതിനകത്തൊക്കെ ഇഷ്ടം പോലെ കായാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു കപ്പയിലോട്ടാണ് കയറിപ്പോയിരിക്കുന്നത്, ഒരു പപ്പായ മരത്തിലോട്ട്. ഒരുപാട് മുകളിലോട്ട് നമ്മൾ പടർത്തി വിട്ടാലും നമുക്കിതിൻ്റെ കായൊക്കെ പറിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതിപ്പോൾ നമുക്ക് എത്തുന്ന രീതിയിലുള്ള മരത്തിൽ വേണം നമുക്ക് ഇതിനെ പടർത്തി വിടാനായിട്ട്. അപ്പോൾ നമുക്കെല്ലാം നമുക്കിതേപോലെ പറിച്ചെടുക്കാം. ഇതെല്ലാം നല്ല കറി വയ്ക്കാൻ പരുവത്തിനുള്ളതാണ്. ഇപ്പം നമ്മുടെ പാത്രം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, കണ്ടില്ലേ, ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറിച്ചെടുത്ത് നിത്യവഴുതനങ്ങ വെച്ചിട്ട് നമ്മളൊരു തോരൻ വയ്ക്കാൻ പോവുകയാണ്. പിന്നെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നു, ഒരു തീയലും ഉണ്ടാക്കുന്നു. അപ്പം അത് നമുക്ക് നല്ല ചെറുതായിട്ട് തോരനൊക്കെ ഉള്ളത് അരിഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ തോരനൊക്കെ അരിയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മുറ്റുന്നതിന് മുമ്പ് വേണം നമ്മളിത് പറിച്ചെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇത് മുറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് നല്ല ടേസ്റ്റ് തോന്നത്തില്ല. അതിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഈ വാല് ഭാഗം വെച്ചാണ്ട് ഇങ്ങനെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൊത്തി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഉണ്ടല്ലേ, ഇതെല്ലാം ഇങ്ങനെ സമൂലം നമുക്കങ്ങ് എടുക്കാം. ഈ മുറ്റി പോകാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ചക്കക്കുരുവിൻ്റെ തോല് പോലെ ഒരു തോല് കാണും, അതങ്ങ് കളഞ്ഞേക്കണം. അപ്പോൾ എല്ലാം നമുക്ക് അരിഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ നിത്യവഴുതന നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിതൊക്കെ പച്ചക്കറികൾ നമ്മൾ പ്രത്യേകിച്ച് അരിയുമ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് നല്ല ചെറുതായിട്ട് അരിയേണ്ടത് ചെറുതായിട്ട് അരിയണം. അങ്ങനെ അരിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഒരു ഉള്ളി, ഒരു സവോള അരിഞ്ഞിട്ടുണ്ട്, 2-3 പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു കട്ടോരി തേങ്ങയും കൂടെ അതിനകത്തോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ടാൽ നമ്മുടെ കറികൾക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഒരുപാട് ബലം പ്രയോഗിച്ചൊന്നും ഞെവിടി കൂട്ടണ്ട, ഇങ്ങനെ ഒന്ന് ഞെവിടി ഇങ്ങനെ ഒന്ന് കൂട്ടി വെക്കാം. ഇനി നമുക്കതിനെ കടുവറുത്ത് നമ്മുടെ ചീനിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മുളകിട്ട മീൻകറി ഉണ്ടോ, നല്ല തിളച്ച് പറ്റി ഇങ്ങനെ കണ്ടോ, നല്ല സൂപ്പറായിട്ട് തിളച്ച് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങോട്ട് വാങ്ങിയതിന് ശേഷം നമുക്ക് നിത്യവഴുതനയുടെ തോരൻ വയ്ക്കാം. അപ്പം നമുക്കിനി തോരൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ അടപ്പ് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിന് ആവശ്യമായ കടുക് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടുമ്പോൾ നമ്മൾ ഇളക്കി കൂട്ടി വെച്ചിരിക്കുന്നതായ ഈ തോരൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ നിത്യവഴുതന എല്ലാം ഞെവിടി കൂട്ടി വെച്ചിരിക്കുകയാണ്, അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൂട്ടി അങ്ങ് വയ്ക്കണം. ഇതുണ്ടോ, ഇച്ചിരി തേങ്ങയൊക്കെ ഇടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഒരു സ്വല്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് സിമ്മിലിട്ട് തന്നെ ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നല്ലതുപോലെ തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് കൊടുക്കണം. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തോരൻ തൊട്ടപ്പുറത്തിരുന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ആവിയൊക്കെ വന്നു. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തെടുക്കണം തീയലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ തീയലൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ കുറച്ച് തേങ്ങ ഇങ്ങനെ എടുത്താൽ 2-3 തേങ്ങ എടുത്ത് വറുത്ത് വെച്ചിരുന്നാൽ നമുക്ക് എപ്പോഴാണ് തീയലൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വറുത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഞാനങ്ങ് വെച്ചേക്കും ഇത്.
അപ്പം അതിൽ നിന്ന് ഞാൻ എന്താ ഒരു കട്ടോരി എടുത്തിട്ടുണ്ട് ഈ തീയലിന് വേണ്ടിയിട്ട്. നിത്യവഴുതന തീയലുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചൂടാക്കണം. നല്ലതുപോലെ മൂത്തൊക്കെ ഇരിക്കുകയാണ്, എന്നാലും ഒന്ന് ചൂടാക്കിയാലും നമുക്ക് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ളതായ മുളകും മല്ലിയൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങ വറുത്തേക്കുന്നത് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പിന്നെ കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ടാണ് ഞാൻ ഈ തേങ്ങ വറുത്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഇത് ചമ്മന്തിയും പൊടിച്ചെടുക്കാനുള്ള പരുവത്തിനാണ് ഈ തേങ്ങ വറുത്തെടുക്കുന്നത്. നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ എളുപ്പത്തിൽ എങ്ങനെ തീർക്കാം എന്നുള്ളതായ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ പെട്ടെന്ന് നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ തീർക്കുന്നതായ ഒരു വീഡിയോ ആണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇതിന് തീയലിന് ആവശ്യമുള്ളതായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് എരിവ് അതിനനുസരിച്ച് ഇടാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 1.5 സ്പൂണോളം ഇടുന്നുണ്ട്. സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നല്ലൊരു സ്പൂൺ മല്ലിപ്പൊടിയും ഇടുന്നുണ്ട്. അതുകൊണ്ട് ഒരു സ്വല്പം കൊട്ടിട്ടുണ്ട്. നല്ലതുപോലെ ആ മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഒന്നിളക്കി കൂട്ടുക. ഇനി നമുക്കത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വാങ്ങി വെച്ചിട്ട് നമുക്ക് തീയൽ തയ്യാറാക്കാം. തണുത്തതിന് ശേഷം വേണം ഇനി നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ തോരൻ എന്തായാലും നോക്കാം. അപ്പം നല്ലതുപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൂട്ടി വെച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് അതിനകത്തോട്ട് തന്നെ മെഴുക്കുവരട്ടിയും ഉണ്ടാക്കണം. ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇപ്പം നമ്മൾ തീയിൽ വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് അത്യാവശ്യം കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തീയിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ 2 സവോള എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ചെറിയ ഉള്ളി എടുക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഇപ്പോൾ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവോളയും എടുത്തതേ ഉള്ളൂ. ഇത് സവോള ഒന്ന് വാടുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാമേ. ഒന്ന് ഇതായിക്കോട്ടെ. ഞാൻ എപ്പോഴും തീയൽ വെക്കുന്നത് ഇങ്ങനെ ഒന്ന് വാട്ടിയിട്ടായിരിക്കും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. തീയൽ പച്ചയ്ക്ക് നമ്മളിങ്ങനെ പച്ചക്കറിയുടെ കൂട്ടത്തിൽ അരപ്പ് ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് ഒന്ന് കടുവറുത്ത് വാട്ടിയിട്ട് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും തീയലിന്. ഇനി അതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഇടത്തരം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്നതായ നിത്യവഴുതനയും അതുപോലെ തക്കാളിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയൊക്കെ തണുത്തിരിക്കും. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഒന്ന് തണുക്കും. അപ്പോൾ നമുക്കത് മിക്സിക്കകത്ത് അരച്ചു കൊണ്ടുവരാം. ഇതിനകത്തോടൊരു സ്വല്പം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം പെട്ടെന്നെല്ലാം ഒന്ന് വാടിക്കിട്ടും. ഈ കഷ്ണങ്ങൾക്കൊക്കെ ഒരു നിറം കിട്ടാനായിട്ട് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ തേങ്ങയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റുക. അപ്പം മഴക്കാലം ആയാലും നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പച്ചക്കറികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് നമുക്ക് പിച്ചിക്കൊണ്ടുവന്നിട്ട് നമുക്കിങ്ങനെ കറികളൊക്കെ വെക്കാനായിട്ട് സാധിക്കും. എല്ലാ മാസവും നമ്മളിങ്ങനെ ഓരോ കൃഷികൾ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് പറ്റുന്നത്. ഓരോ മാസത്തെയും കൃഷി വീഡിയോകൾ നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് കൃഷികളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ കിടന്നൊന്ന് വാടട്ടെ. നമുക്ക് പോയിട്ട് അത് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ എപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ നമ്മൾ ഈ തേങ്ങയ്ക്കകത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യം അരയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് കറക്കി നമ്മളൊന്ന് അത് തേങ്ങയൊക്കെ ഒന്ന് പൊടിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് വെള്ളം ഒഴിച്ച് അരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിനെ അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മളുടെ ഈ തേങ്ങയുടെ അരപ്പ് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒക്കെ ചേർക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാമേ. ഒരു കറിയൊക്കെ ആയി വരുമ്പോൾ നല്ലൊരു കുറുകിയ പരുവമായിരിക്കണം. അപ്പം വെള്ളം പോരാ, കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. നമ്മൾ സ്വല്പം ഉപ്പ് ഇട്ടതാണ്. കുറച്ചുകൂടെ ഉപ്പും വേണം. ഒരു സ്വല്പം കൂടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. നിത്യവഴുതന വെച്ച് എന്ത് ചെയ്യുമെന്ന് ചിലരൊക്കെ ചോദിക്കുന്നതിൻ്റെ പേരിലാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കറികളുണ്ടാക്കാം കേട്ടോ. നല്ല സൂപ്പർ കറികളാണ്. ഒരു സ്വല്പം ഉപ്പും കൂടെ അതിനകത്തോട്ട് ഇടാം. ഇനി അത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് എണ്ണയൊക്കെ ഇങ്ങനെ ഒന്ന് തെളിഞ്ഞ് മേലോട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഒന്ന് തീ കൂട്ടിയിട്ട് കൊടുക്കാം. തോരൻ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് അതേ തന്നെ മെഴുക്കുവരട്ടിയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കാം. എനിക്ക് ആ പാത്രം ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ചെയ്താൽ അടിക്ക് പിടിക്കുകയൊന്നുമില്ല. നല്ല സൂപ്പർ തോരനാണ് കേട്ടോ ഇത്.
തേങ്ങയൊക്കെ അങ്ങോട്ട് ഇച്ചിരി കൂടുതലിടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് തവ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സ്വല്പം കടുക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നിത്യവഴുതനയും ഒരു സവാളയും കൂടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതുകൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒന്ന് വാടുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് വേണ്ടതായ മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ തീയിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ മുകളിലോട്ട് വരണം. തിളയായതേ ഉള്ളൂ. ഒന്ന് ഇളക്കി കൂട്ടി വെച്ച് കൊടുക്കാം. ഇനി നല്ലതുപോലെ തിളയ്ക്കട്ടെ. ഇതിങ്ങനെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അവനവൻ്റെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു സ്വല്പം മല്ലിപ്പൊടിയും കൂടെ അതിനകത്ത് ചേർക്കാറുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ സ്വല്പം ചേർക്കുമെന്ന് മാത്രം. ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം വെള്ളം കൂടെ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും വേണമെന്നൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ തരാണ്ട് ഒരു സ്വല്പം വെള്ളം അങ്ങോട്ട് ഒഴിക്കുക, ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് തീ കുറച്ചിട്ടിരുന്നാൽ മതി. അത് ആവി കിടന്ന് അങ്ങ് നല്ലതുപോലെ വെന്തോളും. ഒന്ന് മുരിഞ്ഞ് കിട്ടണം, എങ്കിലേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ അടിപൊളി തീയൽ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നു. ഇപ്പം നല്ലതുപോലെ തിളച്ചൊക്കെ പറ്റി. ഇപ്പം നല്ല കോരി നോക്കുമ്പോൾ നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട്. കണ്ടോ? ഇപ്പം മനസ്സിലായില്ല. ഇപ്പം നിത്യവഴുതനങ്ങ വെച്ചിട്ട് എന്ത് കറി വെക്കുമെന്നൊക്കെ കുറേ പേര് ഡൗട്ടാണ്. ഇപ്പം ഇങ്ങനെയുള്ള അടിപൊളി കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്ത നമ്മുടെ മെഴുക്കുവരട്ടി ഒന്ന് തുറന്ന് നോക്കാം. നോക്കിക്കേ, എന്തെല്ലാം സൂപ്പറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലും ചോറിന് നല്ല ചൂടോടെ നമുക്ക് ഈ മെഴുക്കുവരട്ടിയും കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 3 കറികളാണ് നമ്മൾ ഈ നിത്യവഴുതനങ്ങ വെച്ചിട്ട് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ നിത്യവഴുതന ഉണ്ടെങ്കിൽ ഒന്ന് കറി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ടെങ്കിൽ മഴക്കാലമായാലും വെയിലുകാലമായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പറമ്പിലുള്ളതായ പച്ചക്കറികളൊക്കെ പറിച്ച് ഇതുപോലെ കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെയും കൃഷി തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിത്തുകളോ ഗ്രോബാഗുകളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകളും ഗ്രോബാഗുകളും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.